نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുക. മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ വാഖിഅയിലെ 68 മുതൽ 70 വരെയുള്ള 3 വചനങ്ങളാണ് ഓതി വെച്ചത്. മനുഷ്യൻ നിത്യജീവിതത്തിൽ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത വലിയ നിഅമത്തായ വെള്ളവുമായി ബന്ധപ്പെട്ടാണ് ഈ വചനങ്ങൾ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഓരോ സെക്കൻഡിലും കണക്കാക്കാൻ കഴിയാത്ത കൊടാനുകൂട നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിൽ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റബ്ബിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയുകയില്ല, ക്ലിപ്തപ്പെടുത്താനാവുകയില്ല എന്ന് പ്രത്യേകമായി റബ്ബ് ഓർമ്മപ്പെടുത്തി. അത്തരം നിഅമത്തുകളിൽ വിശുദ്ധ ഖുർആൻ 63 പ്രാവശ്യം പരാമർശിച്ചു പോയ നിഅമത്താണ് വെള്ളം. പൊതുവെ ചൂട് കഠിനമാവുകയും വെള്ളത്തിന്റെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ ആളുകൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം യഥേഷ്ടം വെള്ളമുള്ള സമയത്ത് പോലും ആ വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ശ്രദ്ധകൾ വേണമെന്നതാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകർ പറഞ്ഞു, ഈ വെള്ളത്തിന്റെ
അമിതവ്യയം നീ ശ്രദ്ധിക്കണം. ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണെങ്കിൽ പോലും നീ അതിന്റെ അമിതവ്യയത്തെ അധികമായി ഉപയോഗിക്കുന്നതിനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഒഴുകിപ്പോവുകയല്ലേ, പുഴയിലല്ലേ, ധാരാളം ഉണ്ടല്ലോ എന്ന് കരുതി എന്തും ചെയ്യാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആളുകൾ പൊതുവെ വെള്ളം കുറവാണ്, അതുകൊണ്ട് അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് നൽകാറുള്ളത്. വെള്ളം കുറവുണ്ട് എന്നുകൊണ്ട് മാത്രമല്ല, വെള്ളം ഒരു നിഅമത്താണ്, പടച്ചറബ്ബ് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ ശുക്ർ കാണിക്കേണ്ടതുമാണ് എന്ന് മാത്രമല്ല, ജീവൻ തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബിന്റെ ചോദ്യമുണ്ട്, ഖുൽ അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തബാറക അല്ലാഹു തആല പറഞ്ഞുവല്ലോ, നിങ്ങളെ വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നുപോയാൽ ആരാണ് ശുദ്ധമായ ഒഴുകുന്ന വെള്ളം നിങ്ങൾക്ക് കൊണ്ടുതരിക എന്നാണ്. ആർക്കും നൽകാൻ കഴിയില്ല. പടച്ച റബ്ബിന്റെ ഏകത്വം, തൗഹീദ് ബോധ്യപ്പെടാവുന്ന ഏറ്റവും വലിയ നിഅമത്താണ് വെള്ളം എന്നത്. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആ വെള്ളമെങ്ങാനും പോയി കഴിഞ്ഞാൽ ശുദ്ധമായ വെള്ളത്തെ നൽകാൻ കഴിയുന്ന ആരും തന്നെ ഇല്ല. ഓതി വെച്ച ആയത്തിലും അതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. എന്നുള്ള ചോദിക്കുന്നത്, നിങ്ങളാണോ അത് കാർമേഘത്തിൽ ഇറക്കിയത്, അതല്ല നാമാണോ അത് ഇറക്കിത്തരുന്ന പറയുന്ന. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം, ആർക്കും ആ വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം റബ്ബ് നിശ്ചയിച്ച അവന്റെ വഹ്ദാനിയത്തിനെ, ഏകത്വത്തെ അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് വെള്ളം എന്നത്. ക്ഷാമമുണ്ടായ ചരിത്രങ്ങൾ ലോകത്തെമ്പാടും വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയത് കാണാൻ കഴിയും. അവിടെയൊക്കെ റബ്ബിലേക്ക് കൈവെത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഹിജ്റ 18-ാം വർഷം 6 മാസം നീണ്ട ശക്തമായ വരൾച്ചയുണ്ടായത് ചരിത്രങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അന്ന് അതിന് ആമുർ റമാദ് എന്നാണ് അവർ ചരിത്രത്തിൽ പേര് വെച്ചത്. വെണ്ണീർ വർഷം, മൊത്തം കത്തിച്ചാമ്പലാകുന്ന, എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു പോകുന്ന രൂപത്തിലേക്കുള്ള പ്രയാസമുണ്ടായി നാട്ടിലെന്നാണ്. എല്ലാ കന്നുകാലികൾ പോലും ചത്തൊടുങ്ങാൻ തുടങ്ങി. കൃഷികളെല്ലാം നശിച്ചുപോയി. വെള്ളമില്ല, ഭക്ഷ്യപദാർത്ഥങ്ങളില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം കത്തയച്ചു, മദീന, മദീനക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും കത്തയക്കുകയും അവിടുന്ന് എല്ലാം ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇങ്ങോട്ട് മദീനയിലേക്ക് സഹായമായി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതുകൊണ്ടും മതിയാകാതെ വരികയും പ്രയാസമറിയിക്കുകയും ചെയ്ത ഘട്ടങ്ങൾ ഇബ്നു കസീർ റഹിമഹുള്ളാഹിയുടെ അൽ ബിദായത്തു വന്നിഹായ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഖലീഫയുടെ ഭക്ഷണ മെനു പോലും അദ്ദേഹം വെട്ടിച്ചുരുക്കുകയും ഉണങ്ങിയ റൊട്ടി മാത്രമാക്കി മാറ്റുകയും ഖലീഫ ഉമറിന്റെ മുഖത്തിന്റെ നിറമടക്കം മാറിപ്പോയി എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവസാനം മുസ്ലിമീങ്ങളെയും കൂട്ടി മൈതാനത്തേക്ക് ഇറങ്ങി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി അവർ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനാ ഫലമായി അല്ലാഹു തആല മഴ നൽകുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരി അടക്കം രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുമുണ്ട്. റബ്ബ് തടഞ്ഞു വെച്ചാൽ നൽകാൻ ആരുമില്ല. വെള്ളം എന്ന് മാത്രമല്ല, ഏത് കാര്യവും റബ്ബ് തടഞ്ഞു വെച്ചാൽ നൽകാൻ പിന്നെ മറ്റാരുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാലോ നൽകാനും ആളില്ല എന്നത് കേവലം ഒരു ദിക്റായി ചൊല്ലിപ്പോകാൻ മാത്രമുള്ളതല്ല, അതൊരു ബോധ്യമായി മനസ്സിലുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഈ ചൂടുകാലത്ത്, ഈ ക്ഷാമകാലത്തൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചുള്ള ശ്രദ്ധ അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. അമിതവ്യയം പാടില്ല. വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം നബി ഞങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. മാത്രവുമല്ല, വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രം വിശ്വാസമാക്കുന്ന പിശാചുക്കൾ പോലും ഉണ്ട് എന്ന് സൂചനകൾ ഹദീസിൽ കാണാൻ കഴിയുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയുടെ സാദുൽ മആദ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം പറഞ്ഞു, വലഹാൻ എന്നുള്ള പിശാച് അവന്റെ പണി തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കലാണ് എന്നാണ്. അനാവശ്യമായി വെള്ളം ചെലവഴിക്കുന്ന,
എത്ര കഴുകിയാലും കഴുകിയിട്ടില്ല എന്ന് തോന്നുന്ന, എത്ര വെള്ളമൊഴിച്ചാലും ആയിട്ടില്ല എന്ന് തോന്നുന്ന, വീണ്ടും 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 വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ കാര്യത്തിൽ അമിതവ്യയം കാണിക്കുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യന്മാരെ എത്തിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന, അതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട പിശാചുണ്ട്. വലഹാൻ എന്നാണ് അവന് പേര് എന്ന് പോലും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പരാമർശിച്ചതായി കാണാൻ കഴിയും. മാത്രവുമല്ല ഒട്ടനവധി ഹദീസുകളിൽ നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, വെള്ളത്തിന്റെ അമിതവ്യയത്തെയും ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. പ്രവാചകൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. അരമുദ്ദ വെള്ളം കൊണ്ട് നബി തങ്ങൾ ഉളൂ ചെയ്തു, ഒരു സ്വായ വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചുവെന്നൊക്കെ സ്വഹാബിമാരെ പറയുന്നു. അരമുദ്ദ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/4 ലിറ്റർ വെള്ളം, അതാണ് അരമുദ്ദ. 1/4 ലിറ്റർ വെള്ളം, അതാണ് അരമുദ്ദ എന്ന് പറയുന്നത്. 250 മില്ലി, അതാണ് അരമുദ്ദ എന്ന് പറയുന്നത്. അരമുദ്ദ വെള്ളം കൊണ്ട് നബി തങ്ങൾ വുളൂ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഒരു സ്വാഅ് അഥവാ 2 ലിറ്റർ വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സ്വഹാബി പറയുമ്പോൾ കേട്ടിരുന്ന താബിഈ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഏതായാലും കഴിയുകയില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ. ആ സ്വഹാബി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്നെക്കാൾ വലിയവനാണ് അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂല് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെന്താ എനിക്ക് കഴിയാത്തത് എന്ന് ദേഷ്യപ്പെട്ട് പ്രതികരിച്ചതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ശ്രദ്ധ നമുക്ക് അനിവാര്യമാണ്. എവിടെയാണെങ്കിലും യഥേഷ്ടം വെള്ളം ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധ, ഒരു സൂക്ഷ്മത, ഇത് നിഅമത്താണ്, അനുഗ്രഹമാണ്. ചോദ്യമുണ്ടാകും, ഈ നിഅമത്തിന് ശുക്ർ ചെയ്തോ എന്ന് ചോദ്യമുണ്ടാകുമെന്ന ആ ഓർമ്മ കൂടി അനിവാര്യമാണ്. ഇഷ്ടംപോലെ വെള്ളം എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാമെന്നല്ല, ഒരു അനുഗ്രഹം. റബ്ബ് ചെയ്ത നിഅമത്ത് 63 തവണ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു പോയ അനുഗ്രഹം കൂടിയാണ് എന്ന ആ ഓർമ്മ അതിന്റെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം കഠിനമായ ചൂടും ചിന്തകളൊക്കെ നമുക്ക് നൽകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ മിൻഹാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നം അശദ്ദു ഹർറൻ മിൻഹാ, ഇതിനേക്കാൾ കഠിനമാണ് നരകത്തിന്റെ തീ എന്ന ഒരു ഓർമ്മയുണ്ടാക്കി കൊടുക്കണം എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതികഠിനമായ ചൂടുള്ള സമയത്ത് യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആഹ്വാനം ഉണ്ടായപ്പോഴാണ് ചില കപടന്മാർ, മുനാഫികളൊക്കെ പറഞ്ഞു, നമ്മളൊന്നും പോകണ്ട, കാരണം വല്ലാത്ത ചൂടാണ്, പോകാൻ കഴിയില്ല, ശക്തമായ ചൂടാണതുകൊണ്ട് ഈ ചൂടത്തൊന്നും യുദ്ധം ചെയ്യാൻ പോകാൻ കഴിയില്ല എന്ന് ചില കപടന്മാർ ഉള്ളിൽ കൂടെ സ്വകാര്യമായി സംസാരിച്ചപ്പോഴാണ് അല്ലാഹു തആല വചനമിറക്കി നബിയെ പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറൻ മിൻഹാ, ഇതിലേക്ക് എത്രയോ ചൂടാണ് നരക തീ എന്നുള്ളത് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സൂര്യൻ തലക്കുമീരെ ഒരു ചാണകത്തേക്ക് വരുന്ന സന്ദർഭമാണ് മഹ്ശർ എന്ന് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിലെ തീയിന്റെ ചൂട് അതിന്റെ 69 70 ഇരട്ടി ചൂടാണ് നരക തീയിന് എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. കല്ലുകളും മനുഷ്യന്മാരും ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് നരകച്ചൂട് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. ആ നരകത്തിൽ അല്ലാഹു തആല ചില അനുവാദം നൽകിയിട്ടുണ്ട്, ഒരു ശ്വാസമയക്കാനെന്ന് ഹദീസിൽ കാണാം. ആ ശ്വാസമയക്കുന്നതിന്റെ ഭാഗമായി ചൂടുകൾ ദുനിയാവിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുമെന്ന സൂചനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ചൂടൊക്കെ അനുഭവിക്കുമ്പോ ചില ഓർമ്മകൾ നമുക്ക് ഇവിടെ കാണണം. ഇവിടെ നമ്മൾ തൽക്കാലം രക്ഷക്കുള്ള വഴികൾ സ്വീകരിക്കുന്നു, ഫാനും എസിയും അടക്കമുള്ള സംവിധാനം ഉപയോഗിക്കുന്നുവെങ്കിൽ സമാനമായി നരക ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തീർച്ചയായും നമ്മൾ അതൊരു ഒരു മുൻകരുതലായി ഉണ്ടാവേണ്ടതുണ്ട്. തൗഹീദും തഖ്വയും ഇബാദത്തും അമൽ സ്വാലിഹും ഒക്കെയാണ് അതിലേക്കുള്ള രക്ഷക്കുള്ള മാർഗം. മഹ്ശറിൽ ഇപ്പോഴും അല്ലാഹു തആല പ്രത്യേകമായി തണൽ നൽകുന്ന ആളുകളുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. 7 വിഭാഗം ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഹ്ശറിൽ പ്രത്യേകമായി തണൽ നൽകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ആ റബ്ബ് നൽകുന്ന തണലല്ലാതെ മറ്റു തണലുമില്ലാത്ത അന്ന് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണൽ നൽകുമെന്നാണ്. ചൂടത്ത് പോകുമ്പോ ചിലപ്പം തണല് കിട്ടിയെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ആശ്വാസം അനുഭവിക്കുന്നത് നമുക്കെല്ലാം ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നടന്ന് തളരുമ്പോ ഏതെങ്കിലും മരത്തിൽ താഴെ ഒരു തണലത്തൊന്ന് മാറി നിന്നാൽ അതൊരു ആശ്വാസമാണ്, അത് സമാധാനമാണ്. മഹ്ശറിൽ മറ്റു തണലുമില്ല, അന്ന് മരങ്ങളില്ല, കെട്ടിടങ്ങളില്ല, ഒന്നുമില്ല. അന്ന് കുണ്ടും കുഴിയുമില്ലാത്ത നിരപ്പായ ഭൂമിയാക്കി ഭൂമിയെ മാറ്റുന്ന ആ ദിവസത്തിൽ തലക്കു മീരെ ഒരു ചാണുയരത്തിൽ സൂര്യൻ നിൽക്കുകയും എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയും നബി തങ്ങൾ പറഞ്ഞു, ആളുകളുടെ അമലനുസരിച്ചാണ് വിയർപ്പുണ്ടാവുക. ചില ആളുകൾക്ക് തൊണ്ടക്കുഴി വരെ വിയർപ്പിൽ അവർ മുങ്ങി നിൽക്കുമെന്നാണ്. അവന് മാത്രം വിയർപ്പ്, അടുത്തുള്ള ആൾക്ക് വിയർപ്പുണ്ടാകണമെന്നില്ല. അവന് തൊണ്ടക്കുഴി വരെ വിയർപ്പുള്ള ആളുകൾ ഉണ്ടാകും. ചില ആളുകൾ അവന്റെ സ്വതറ് നെഞ്ചുവരെ വിയർപ്പുണ്ടാകും. ശരിക്കും അവന്റെ
ഹുജ്ജസ് അവന്റെ അരക്കെട്ട് വരെ വിയർപ്പുണ്ടാകുമെന്നാണ്. അങ്ങനെ ഓരോരുത്തരുടെ അമലനുസരിച്ച് വിയർപ്പുണ്ടാകും. ചില ആളുകൾ വിയർപ്പിനാൽ കടിഞ്ഞാണിടപ്പെടുന്ന ആളുകളും ഉണ്ടാകുമെന്നാണ്. അന്ന് തണലൊന്നുമില്ല, ഒന്ന് മാറി നിൽക്കാൻ ഒരു തണൽ, ഒരൽപ്പം ആശ്വാസത്തിന് കയറി നിൽക്കാൻ ഒരു തണലില്ല. അന്നുള്ള തണല് റബ്ബ് നൽകുന്ന പ്രത്യേകമായ തണലാണ്, റബ്ബിന്റെ അർശിന്റെ തണലാണ്. അന്ന് അല്ലാഹു തആല തണൽ നൽകും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ബിദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. റബ്ബിന്റെ തണലില്ലാത്ത, അവൻ നൽകുന്ന തണലില്ലാത്ത, മറ്റു തണലുമില്ലാത്ത ആ ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണൽ നൽകുമെന്നാണ്. അതിൽ ഉൾപ്പെടാനുള്ള ഒരു താല്പര്യവും പരിശ്രമവും നമ്മളും ഉണ്ടാക്കേണ്ടത്. ഏതാണ് ആ 7 വിഭാഗം? ആരൊക്കെയാണെന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ആ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പാലിക്കാനായി ശ്രമിക്കുകയും അന്ന് തണൽ ലഭിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകുകയും ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഈ ചൂടുകാലത്ത്, ഈ ക്ഷാമകാലത്ത് ഒക്കെ അത്തരം ചിന്തകൾ കൂടി ജീവിതത്തിൽ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഈമാനുമായി നമുക്കിതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നത്. ദുനിയാവിൽ പക്ഷേ ഇതൊക്കെ വ്യത്യസ്തമായ സുരക്ഷാ മാർഗങ്ങൾ കൊണ്ട് നമുക്ക് തരണം ചെയ്തു പോകാൻ പറ്റിയേക്കാം. എന്നാലും ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരു പരലോകം വരാനുണ്ട് എന്ന, ഒരു മഹ്ശർ വരാനുണ്ട് എന്ന, നരകമുണ്ട് എന്ന, സ്വർഗമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുകയും ആ നിലക്കുള്ള ഒരു ജീവിതത്തിലെ മാറ്റത്തിന് നാം സ്വയം തയ്യാറാവുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാർ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് അൽ ഹജ്ജ് അശ്ഹുറും മഅലൂമാത്ത്, വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, ഹജ്ജ് എന്നത് ഏതാനും അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്ന്. ആ ഹജ്ജ് മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഖഅദ മാസം. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും ഒക്കെ യുദ്ധം ഹറാമായ, അക്രമങ്ങൾ പ്രത്യേകമായി പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ട പവിത്രമായ മാസങ്ങൾ കൂടിയാണ്. 4 മാസം പവിത്രമാണ്. അതിൽപ്പെട്ട മാസമാണ് ദുൽഖഅദ എന്ന ഈ ഒരു മാസം. നമുക്കിടയിൽ നിന്ന് ധാരാളം ആളുകൾ ഹജ്ജിനായി ഒരുങ്ങുകയും ചിലക്ക് യാത്ര ആരംഭിക്കുകയും ബാക്കിയുള്ളവർ തൊട്ടടുത്ത ദിവസങ്ങളിലായി യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമുക്കുമുണ്ട് ചില ഇബാദത്തുകളും ചില നന്മകളും ഒക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ റബ്ബ് കൽപ്പിച്ചത്. ഒന്നാമതായി ഖുർആൻ പറഞ്ഞ ദുൽമ് പാടില്ല എന്നാണ്. ദുൽമ് ഏത് കാലത്തും പാടില്ല, പക്ഷേ ഈ പവിത്ര മാസങ്ങളിൽ പ്രത്യേകിച്ചും പാടില്ല. പറഞ്ഞു, ഈ മാസങ്ങളിൽ നിങ്ങൾ ദുൽമ് ചെയ്യരുത് എന്ന്. സ്വന്തത്തോടുള്ള അക്രമങ്ങൾ, അന്യായങ്ങൾ പാടില്ല. എല്ലാ മാസവും ഹറാമാണ്, പക്ഷെ ഈ ദുൽഖഅദ, ദുൽഹിജ്ജയിലൊക്കെ പ്രത്യേകിച്ചും അതിന് ഗൗരവം വർദ്ധിക്കുമെന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം ധാരാളം നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാവുന്ന സന്ദർഭങ്ങളാണ്. പ്രത്യേകിച്ച് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ ഉദ്ഹിയ്യത്ത് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട വലിയ പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ബലികർമ്മം, ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഒരാൾക്ക് ഒറ്റക്ക് അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയാവാം. 2 പേർ ചേർന്ന് അറക്കാം, 3 ആൾ കൂടി അറക്കാം, 4 ആൾ കൂടി അറക്കാം, 7 ആൾക്ക് വരെ ഒരു മൃഗത്തിൽ പങ്കുചേരാം. ആടാണെങ്കിൽ ഒരാൾ മാത്രം പങ്കുചേരരുതില്ല. നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു. ഒട്ടകമാണെങ്കിൽ 7 പേർക്കാവാം. അതേപോലെ മറ്റു പശു, അത് ആ വർഗത്തിൽപ്പെട്ടവ, അവയിലും 7 പേർക്ക് ചേരാം. ആടാണെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് ഉള്ളത്, അതിൽ പങ്കുചേരാൻ അനുവാദമില്ല. അതൊക്കെ ഒന്ന് ഒരുങ്ങേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ടും വേണമെങ്കിൽ ഉദ്ഹിയ്യത്തിൽ കൂടാനുള്ള ചില സന്ദർഭങ്ങളുണ്ട്, അവസരമുണ്ട്. ഒറ്റക്കിറക്കാൻ കഴിയാത്ത ആളുകൾക്ക് സൗകര്യം എന്നതിലേക്ക് മാത്രമാണ്. ഒറ്റക്കിറക്കാൻ കഴിയുന്ന ആളുകൾ അവർക്ക് വാങ്ങി അറുക്കാം. കുടുംബത്തിൽ സഹോദരന്മാർ ഒന്നിച്ചുകൂടി 2-3 ആള് കൂടി ഒരു മൃഗത്തെ വാങ്ങി അവർക്കൊന്ന് ചതക്കാം. 7 ആൾ വേണമെന്ന് നിയമമൊന്നുമില്ല. 1 ആളോ 2 ആളോ 3 ആളോ 4 ആളോ ഒക്കെ ആവാം. പരമാവധി 7 പേർ എന്നുള്ളതാണ്. അങ്ങനെ ഒക്കെ ഒറ്റയ്ക്ക് കഴിയാത്ത ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്
പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് മഹല്ല് കേന്ദ്രീകരിച്ച് ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതെങ്കിലും ഉപയോഗപ്പെടുത്തി നമ്മുടെ ഒരു വിഹിതമെങ്കിലും 7ൽ 1 നമ്മുടെ വിഹിതമായി ചേരാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചേർന്ന് ആ ഒരു പ്രബലമായ സുന്നത്തിന്റെ ഭാഗമാക്കാൻ, ജീവിപ്പിക്കുന്നവരിൽ ഉൾപ്പെടാനൊക്കെ നമ്മളും പരിശ്രമിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. അതോടൊപ്പം എല്ലാ അനാവശ്യങ്ങളും ഒഴിവാക്കേണ്ട സന്ദർഭം കൂടിയാണ് ഇത്തരം പവിത്രമായ മാസങ്ങളൊക്കെ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വരികയാണ്. സ്വാഭാവികമായും അതിന്റെ ഒരുപാട് ശബ്ദ കോലാഹലങ്ങളൊക്കെ നാട്ടിലുണ്ടാകും. വ്യത്യസ്തമായ തരത്തിൽ അതിന്റെ ആഘോഷ പ്രതീതികൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. ആര് ജയിച്ചാലും എന്താണെങ്കിലും ശരി, നമുക്കവിടെ നമ്മുടെ നിലപാടുകൾ മറന്നുകൊണ്ടുള്ള ഒന്നും ഉണ്ടായിക്കൂടാ എന്ന ഒരു ഓർമ്മ സ്വയം നമുക്കെല്ലാം ഉണ്ടാവും. വിശിഷ്യ ഈ ദുൽഖഅദ മാസത്തിൽ, ഹജ്ജ് മാസത്തിൽ, യുദ്ധം ഹറാമായ അക്രമങ്ങൾ പാടില്ലാത്ത പവിത്ര മാസങ്ങളൊക്കെ അതിനെ എല്ലാം തകർക്കുന്ന, ആ പവിത്രതയെ മുഴുവൻ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നാലും ഉണ്ടായിക്കൂടാ. ഇതൊക്കെ താൽക്കാലികമായ വിജയ പരാജയങ്ങൾ മാത്രമാണ്. ദുനിയാവിലെ വളരെ താൽക്കാലികമായ നൈമിഷികമായ പരിമിതമായ സാഹചര്യത്തിൽ മാത്രമുള്ള വിജയ പരാജയങ്ങളാണ് അതൊക്കെ. പലപ്പോഴും നമ്മളൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ കേൾക്കാറുണ്ട്, കഴിഞ്ഞു, വിജയിച്ചു, പക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ ആ സ്ഥാനാർത്ഥി മരണപ്പെട്ടു പോയി എന്ന വാർത്തകൾ വരെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വരെ നമ്മളൊക്കെ ഒരുപാട് ആളുകളെ പറ്റി വായിച്ച ചരിത്രങ്ങളാണ്. അതൊക്കെ അത്രയേ ഉള്ളൂ ദുനിയാവിലെ കാര്യം എന്നർത്ഥം. അതൊന്നും ഒരു അമിതമായ ആഹ്ലാദവും അതിൽ എല്ലാ സീമകളെയും ലംഘിക്കുന്ന രൂപത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്നും മുഴുകാൻ എന്തായാലും വിശ്വാസിക്ക് വകുപ്പില്ല എന്നുള്ളത് നാം തിരിച്ചറിയുക. എല്ലാ രംഗത്തും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് അവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ഒന്നാമത്തെ പരിഗണന നൽകിക്കൊണ്ട് ബാക്കി ഏത് രംഗത്തും ഒരു വിശ്വാസി ഇടപെടാൻ വകുപ്പുള്ളൂ. പരലോകം പ്രധാനമാണ്, നരകം ഗൗരവമാണ്, സ്വർഗം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതൊക്കെ മുൻപന്തിൽ നിർത്തിക്കൊണ്ട് ആ ചിന്തയ്ക്ക് ഒന്നാം സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് അതിന് ഭംഗം വരാത്ത, കോട്ടം തൊട്ടാത്ത രൂപത്തിലുള്ള ഇടപെടലുകളെ വിശ്വാസിക ജീവിതത്തിൽ ഇവിടെയും ഉണ്ടാകാവൂ. അതല്ല ഈ നൈമിഷികമായ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കൽ, അത് വിശ്വാസിയുടെ രീതിയല്ല. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന വചനങ്ങളാണ്. നിങ്ങളൊക്കെ മുൻതൂക്കം നൽകുന്നത് ദുനിയാവിലെ ജീവിതത്തിലാണ്, പക്ഷേ വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാവട്ടെ അതാണ് ഖൈറായത്, അതാണ് അബ്ഖ, എന്നും ബാക്കിയാകുന്നത് എന്നാണ്. ബാക്കിയെല്ലാം നൈമിഷികമാണ്. എത്ര മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു ഓരോ ദിവസവും. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, ഒരു അസുഖവുമില്ലാത്തവർ, ഓടിച്ചാൽ നടക്കുന്ന ആളുകൾ, പെട്ടെന്ന് ചില സംഭവങ്ങൾ ഉണ്ടായി, അപകടങ്ങൾ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ ചില ഇവന്റ്സ് പേരിന് പറയാനുണ്ടാകുമെന്നല്ലാതെ അവധി അവസാനിച്ചു എന്നത് മാത്രമാണ് യഥാർത്ഥ കാരണം. ആ നിലയ്ക്ക് മരിച്ചു പോകുന്ന ആളുകളുടെ കഥകൾ, വാർത്തകൾ ധാരാളമായി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓരോ ദിവസവും നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ആയുസ് അവസാനിച്ചാൽ പിന്നെ അതിന് കാരണം ആവശ്യമില്ല. രോഗം വേണമെന്നില്ല, പറയാനൊരു കാരണമെന്നല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. ആയുസ് അവസാനിച്ചു, അത് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ് ദുനിയാവ് എന്നത് മറക്കാതിരിക്കുകയും പരലോകത്തിന് ഒന്നാം പരിഗണന നൽകി അത് നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ക്രമം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. ബാക്കിയെല്ലാം നൈമിഷികമാണ്. സമ്പത്താണെങ്കിലും സന്താനങ്ങളാണെങ്കിലും മറ്റു ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും അതൊക്കെ സിനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ ഒരു ആഡംബരം മാത്രമാണ്, അലങ്കാരം മാത്രമാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നതും അവശേഷിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ, അതാണ് ഖൈറായത്, അതാണ് ഏറ്റവും നല്ല പര്യവസാനത്തിന് പറ്റിയത് എന്ന് അല്ലാഹു തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബാക്കിയെല്ലാം ഐഹികമായ ജീവിതത്തിലെ ചില അലങ്കാരങ്ങൾ മാത്രമാണ്, ഏതാനും നിമിഷത്തേക്ക് മാത്രം, പരിമിതമായ ചില പരിധിയിലേക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട ചില സുഖ സൗകര്യങ്ങൾ മാത്രമാണ്. സന്താനങ്ങൾ അങ്ങനെയാണ്, സമ്പത്ത് അങ്ങനെയാണ്, ഭാര്യഭർത്താക്കന്മാർ അങ്ങനെയാണ്, കുടുംബ ജീവിതം അങ്ങനെയാണ്, ദുനിയാവിലെ ഏതു കാര്യം അങ്ങനെ തന്നെയാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും എല്ലാം അത് നൈമിഷികമാണ്. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെല്ലാം ഒന്നാം പരിഗണന നൽകേണ്ടത്, അതിനപ്പുറത്ത് പരലോകം ഓർത്തുകൊണ്ട്, അള്ളാനെ ഓർത്തുകൊണ്ട്, തൗഹീദിൽ കണിശമായ നിലപാട് സ്വീകരിച്ച് തഖ്വ കൈമുതലാക്കി അമലു സ്വാലിഹാത്ത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഈ ദുനിയാവിൽ നിന്ന് ഈമാനോടെ തൗഹീദോടെ മരിക്കാൻ കഴിഞ്ഞാൽ അവനാണ് രക്ഷയുള്ളത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ.
ആരാണോ നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയിച്ചത് എന്ന് പറഞ്ഞിട്ടും അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തി വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്നത് വഞ്ചന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. ആ ചതിയിൽ വിട്ടുപോകാതിരിക്കുക. താൽക്കാലികമായ ദുന്യവിയായ നേട്ടക്കോട്ടങ്ങളിൽ അതിലൊന്നും അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കുക. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. ലോകം മുഴുവൻ അടക്കി ഭരിച്ച ഒന്നായ കിടുകിട വിറപ്പിച്ച സ്വേച്ഛാധിപതികളായ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിന്നെവിടെ? അവരും കഴിഞ്ഞു പോയി. ഏറ്റവും മാന്യന്മാരായി ജീവിച്ച, എല്ലാവർക്കും നന്മകൾ ചൊരിഞ്ഞ നന്മ മരങ്ങളായി അറിയപ്പെട്ട ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരും ആയുസ് കഴിഞ്ഞ് ദുന്യാവെന്ന് പോയി. ഫിർഔനും ഖാറൂനും അബൂജഹലും അബൂലഹബും അടക്കമുള്ളവർ ലോകം കഴിഞ്ഞു പോയ ആളുകൾ തന്നെയാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ എല്ലാമാണ് എന്ന് വിചാരിക്കാനില്ല. അധികാരങ്ങൾ കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിജയിച്ചാൽ, പരാജയപ്പെട്ടാൽ അതോടുകൂടി എല്ലാമായി അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്നൊന്നും ഇല്ല. താൽക്കാലികമായ ഒരു പരിമിതമായ വൃത്തത്തിൽ മാത്രമുള്ള ചില നേട്ടങ്ങളോ കോട്ടങ്ങളോ മാത്രമാണവ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പരലോകം മറക്കാതെ, സ്വർഗം നഷ്ടപ്പെടാതെ, നരകത്തിന് ഹേതുവായി മാറാത്തവരായി നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.